ജീവിതം ചെറുതാണ് അല്ലേ? അവിടെ വീണ് കിട്ടുന്ന കൊച്ചു സമയങ്ങൾ അത് വലുതുമാണ്. എനിക്കേതായാലും കുറച്ച് സമയം ഇവിടെ റിലാക്സ് ചെയ്യാൻ കിട്ടുമ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചു. നമുക്കൊക്കെ വയസ്സായി വരികയാണ്. പ്രത്യേകിച്ച് 60 വയസ്സായി കഴിഞ്ഞ് 40 വയസ്സൊക്കെ കഴിഞ്ഞ് നമ്മൾ വിചാരിക്കുക എൻ്റെ ജീവിതം കഴിഞ്ഞു. ഒരിക്കലുമല്ല. ഒരു നിമിഷമാണ് ജീവിക്കാൻ കിട്ടുന്നെങ്കിലും ആ നിമിഷം വളരെ വർത്ത്ഫുള്ളാണ്. അതിലും വലിയൊരു മഹാത്ഭുതമൊന്നും ഈ ലോകത്തില്ല, ഈ പ്രപഞ്ചത്തിലില്ല. നമ്മൾ മറ്റുള്ള മനുഷ്യന്മാരൊക്കെ വലിയ വലിയ അത്ഭുതങ്ങളാണെന്ന് പറയുമ്പം അവരെ അത്ഭുതമായി കാണുന്ന അതിലും വലിയൊരു അത്ഭുതം നമ്മളാണ് എന്നുള്ളത് നമ്മൾ മറന്നു പോകാറുണ്ട്. എന്തായാലും എനിക്ക് കുറച്ച് ശ്രീബുദ്ധൻ പഠിപ്പിച്ച കുറച്ച് കാര്യങ്ങൾ ഈ ഫറൂഖ് പാലത്തിൻ്റെ അടുത്ത് നിന്നുകൊണ്ട് പറയാൻ തോന്നുന്നു. ഏതായാലും നല്ല മഴയൊക്കെ പെയ്ത് ഇപ്പം ഒന്ന് മഴ ചോർന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറയാം അല്ലേ? മഴ പെയ്യുകയാണെങ്കിൽ ഈ കുട നമ്മളും കൂടെ നിർത്തി കാര്യങ്ങൾ പറയാം. ഓക്കെ, ഇതിലെല്ലാം നശ്വരമാണ്. കഴിഞ്ഞ നിമിഷം നമ്മൾ ജീവിച്ചു, ആ നിമിഷം മാഞ്ഞു പോയി, പുതിയ നിമിഷം വന്നു. നമ്മൾ ഇന്നലെ ഉണ്ടായിരുന്ന ഒരു സമയത്ത് തന്നെ ഇങ്ങനെ ഒതുങ്ങിക്കൂടണമെന്ന് വിചാരിക്കുന്നത് വലിയൊരു ഫോൾട്ടാണ്. നമ്മൾ ഇന്നലെ ഉണ്ടായിരുന്ന ഒരു ജീവിതത്തിൽ തന്നെ നിൽക്കണമെന്ന് വിചാരിക്കാൻ പാടില്ല. എന്തൊക്കെ മാറ്റങ്ങളാണോ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് ആ മാറ്റങ്ങളെ ഉൾക്കൊണ്ട് അതിനനുസരിച്ച് കസ്റ്റമൈസബിൾ ആക്കുക എന്നുള്ളതാണ്. ഇന്നിപ്പോൾ AI യുഗമാണ്. ഈ AI യുഗത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? AIക്കനുസരിച്ച് നമ്മൾ മാറണം. അല്ലാതെ നമ്മൾ പണ്ട് നമ്മൾ വായിച്ചും വരച്ചും ഇരുന്ന സമയമാണല്ലോ, അതേപോലെ ആയിരുന്നു, അതുപോലത്തെ ആ കാലത്തേക്കൊന്ന് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമല്ല. ആ കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾക്ക് നമ്മൾ തയ്യാറാവണം. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വർത്ത്ഫുള്ളായത് ഈ നിമിഷമാണെന്ന് പറഞ്ഞു. നമുക്ക് ജീവിക്കാൻ ഒരു അവസരം കിട്ടുന്നതും ഈ നിമിഷത്തിലാണ്. അടുത്തതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് എത്ര സമയം കിട്ടിയാലും നമുക്ക് നമ്മുടെ മരണത്തിനും നമുക്കും ഇടയിൽ 10 സെക്കൻഡാണ് ബാക്കിയില്ലെങ്കിൽ ആ 10 സെക്കൻഡും വളരെ വാല്യബിളാണ്. അപ്പോൾ ഈ നിമിഷത്തിൽ ജീവിക്കാൻ നമ്മൾ പഠിക്കേണ്ടത്. ഈ നിമിഷത്തിൽ ഇപ്പോൾ എന്താണോ നമ്മുടെ മുമ്പിൽ, പഞ്ചേന്ദ്രിയങ്ങൾക്ക് മുമ്പിൽ, അതിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോകാതെ. ഇവിടെ നല്ല നല്ല ബോട്ടുകൾ, ഇവിടുത്തെ പുഴ കവർന്ന പാലുണ്ട്, അങ്ങനത്തെ എല്ലാ ഓരോ പ്രകൃതി, ഇവിടെ ഒരു നല്ല വൃക്ഷത, ഇങ്ങനെ കാണുന്ന കാഴ്ചകളിലേക്ക്, ഇവിടുന്ന് കേൾക്കുന്ന ശബ്ദങ്ങളിലേക്കൊക്കെ നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ഈ നിമിഷത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ നമുക്ക് ട്യൂൺ ചെയ്ത് വെക്കാൻ പാടും. മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് എന്നാണ് ശ്രീബുദ്ധൻ പഠിപ്പിച്ച വലിയൊരു പാഠമാണ് അത് കേട്ടോ. ശ്രീബുദ്ധൻ പഠിപ്പിച്ച മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ കമ്പാഷനും സർവീസുമാണ്. നമ്മൾ മറ്റുള്ളവർക്കോട് നന്നായിട്ട് ദയ കാണിക്കുക, കരുണ കാണിക്കുക, മറ്റുള്ളവരോട് കരുണയും ദയയും കാണിക്കുക, അനുകമ്പ കാണിക്കുക. ഇന്ന് തന്നെ ദുഃഖിച്ചിരിക്കുന്നൊരു മനുഷ്യനെ വിളിച്ചിട്ട് കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞൊന്ന് ആശ്വസിപ്പിച്ച് നോക്ക്. തീർച്ചയായിട്ടും അവർക്കതൊരു വല്ലാത്തൊരു ആശ്വാസം തന്നെയായിരിക്കും നൽകുക അല്ലേ? മനുഷ്യൻ ഒട്ടും ഭയപ്പെടേണ്ടാത്തൊരു കാര്യം എന്താണ്? മനുഷ്യൻ എന്നാൽ ഏറ്റവും ഭയപ്പെടുന്ന കാര്യം എന്താണ്? അത് തീർച്ചയായിട്ടും മരണമാണ്. മരണത്തെ എംബ്രേസ് ചെയ്യുക എന്നുള്ളതാണ്. മരണം എന്ന് പറഞ്ഞ റിയാലിറ്റിയാണെന്ന് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾക്ക് ജീവിതത്തിൽ കിട്ടുന്ന, മരണത്തിന് മുമ്പ് കിട്ടുന്ന നിമിഷങ്ങൾ ഏറ്റവും വർത്ത്ഫുള്ളായിട്ട് ജീവിച്ച് തീർക്കുക എന്നുള്ളതാണ് മനുഷ്യൻ്റെ ഉത്തരവാദിത്വം എന്നാണ്. അല്ലാതെ ഞാൻ ഇപ്പോൾ മരിച്ചു പോകുമല്ലോ പേടിച്ച് നിൽക്കുക എന്നുള്ളതല്ല. നമ്മുടെ മരണത്തെ തന്നെ നമ്മളൊന്ന് ഓരോ ദിവസവും ഒന്ന് വിഷ്വലൈസ് ചെയ്യുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്താക്കാൻ പറ്റും? അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാക്കാൻ പറ്റും.